വെൽക്കം ടു റിതൂസ് രുചി വേൾഡ്. ഇന്ന് നമ്മളൊരു അടിപൊളി ഓണത്തിനൊക്കെ പറ്റിയ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കുകയാണ്. നമ്മൾ പൈനാപ്പിളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ച് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. നമുക്ക് വെന്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഉടയാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്ന് നല്ലപോലെ കട്ട് ചെയ്ത് അതിനുശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് മാറ്റി. ഒപ്പം തന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു പച്ചമുളക് മാത്രം ചേർക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മുടെ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് കൂടി പിന്നീട് ചേർക്കും. ഇത് നല്ലപോലെ ആവശ്യത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഞാനതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊപ്പം തന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, അതുപോലെ പച്ചമുളക്, ജീരകം, കടുക് ഇതൊക്കെ ഒന്ന് അരച്ച് വെക്കാനുണ്ട്. ആദ്യം തന്നെ ഇത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവാൻ വെക്കാം. വെന്ത് വരുന്നതിനോടൊപ്പം തന്നെ നമുക്കിത് അരച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഒപ്പം തന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ആ പച്ചമുളക് കൂടി നമ്മളുടെ എരിവിന് പാകത്തിനുള്ള പച്ചമുളകാണ്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നേരത്തെ ഒരു പച്ചമുളക് അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ നേന്ത്രപ്പഴം വെന്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് നമ്മൾ തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കാം. ഇപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. അരപ്പൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകിയിരിക്കുന്ന പരുവാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളത്തോടു കൂടി വേണമെങ്കിൽ വെള്ളം കൂടി ചേർക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടിരിക്കാം. അതുപോലെ ഇലയിലൊക്കെ വിളമ്പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിയിരിക്കുന്നതാണ് നല്ലത്. അല്ല നമുക്ക് ഇത് മാത്രം കൂട്ടി ഇപ്പോൾ ചോറിനൊപ്പം കഴിക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കട്ടിയിലാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഒരു 4-5 ടേബിൾ സ്പൂൺ തൈര് അത് നല്ലപോലെ അടിച്ചെടുത്ത് അതും കൂടി ചേർത്ത് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം തീ ഓഫ് ചെയ്യാനായിട്ട്. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അന്ന് ചൂട് കിട്ടുന്നവരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 ടീസ്പൂൺ കടുക്, അതുപോലെ ഒരു വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ താളിച്ച് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളി പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. പൈനാപ്പിൾ പച്ചടിയുടെ പോലെ ഒരു ടേസ്റ്റാണ്. പക്ഷെ നല്ലൊരു മധുരം കൂടി ഉണ്ട്. മധുരം കുറവുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ നിങ്ങൾക്കൊരു ശർക്കരയുടെ ഒരു 1/2 ശർക്കര കൂടി ചേർക്കാം. അല്ലെങ്കിൽ ശർക്കര പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ശർക്കര പൊടി കൂടി ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഈ പ്രാവശ്യം ഓണത്തിനൊക്കെ ഉണ്ടാക്കി നോക്കണം. അത് ഓണത്തിന് മാത്രമല്ല, അല്ലാതെ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് റിതൂസ് രുചി വേൾഡ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.